ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു നല്ല കാഴ്ച കണ്ടു. പണ്ട് നമ്മുടെ നാടുകളിലൊക്കെ എല്ലായിടത്തും കളപറിക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു നെല്ല് കൃഷി ചെയ്യുമ്പോൾ. ഇപ്പം അത് കൂലിച്ചെലവൊക്കെ ഭയങ്കര കൂടിയതുകൊണ്ട് ഓൾമോസ്റ്റ് ആ പരിപാടി ഒന്നും കാണാനില്ല. അപ്പോൾ ഒരുപാട് കാലം കൂടി ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കളപറിക്കലിൻ്റെ സീൻ കണ്ടു കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. പക്ഷെ അത് അവർക്ക് ഇത്ര രസമുള്ള കാഴ്ചയല്ല, ജോലിയല്ല. കാരണം നല്ല ചൂടാണ്. എന്തായാലും അവരുടെ ജോലി ചെയ്യണം. അത് നിങ്ങൾ കാണുന്നുണ്ട് എങ്ങനെയാണ്. ഇതൊരു നെൽപ്പാടമാണ്. ആ നെൽപ്പാടത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഈ പൂവ് പോലെ നിൽക്കുന്ന മുഴുവൻ പതിരാണ്, അതായത് കള വളർന്ന് നിൽക്കുന്നതാണ്. ഇതുണ്ട്, അത് മുഴുവൻ ചേച്ചിമാർ പറിച്ച് മാറ്റുവാണ് കേട്ടോ. ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ നിൽപ്പുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഭീമമായ ഒരു ചിലവായ കാരണം ഒരുപാടുപ്പെട്ട ആൾക്കാരത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. വരിയൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നെൽപ്പാടങ്ങളിൽ ഒത്തിരി വരി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാം. ഇതൊക്കെ കൊയ്യാനാവുന്ന സമയമുണ്ടല്ലോ, ആ സമയമൊക്കെ മുഴുവൻ ഗോൾഡൻ കളറായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ്. കാരണം പല സമയത്തും പല വൈബാണ്. ഇപ്പോൾ ഈ വരിയെല്ലാം കൂടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ, ഈ പൂത്ത് നിൽക്കുക അത് കള ഇങ്ങനെ പൂവായി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നെല്ലിനേക്കാളും മുകളിൽ വളർന്ന് നിന്ന് നെല്ലിനെ ഞെരുക്കിക്കളയും. അപ്പോൾ അതുകൊണ്ടാണ് അവരതെല്ലാം പറിച്ച് വൃത്തിയാക്കി ആ നെല്ല് തെളിഞ്ഞ് വെയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് കൂട്ടത്തോടെ കെട്ടാക്കി മാറ്റുവാണ്. അതുകൊണ്ട് അതിനിടയ്ക്ക് ചേച്ചി അവിടെ പോയി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കാണാം. കാരണം അതുപോലെ ചൂടാണ്, രാവിലെ തന്നെ നല്ല ചൂടായി. ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നെൽകൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെയൊക്കെ ഉൾപ്രദേശത്തേക്കൊക്കെ പോകണം, എന്നാലേ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതെന്ന് പറയുന്നത് രണ്ടാം കൃഷിയാണ്. അപ്പോൾ ഇതിനകത്ത് പീലിക്കവട എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്നത്. ഇതിന് കളനാശിനി അടിക്കുമ്പോൾ അതിനകത്ത് ലോയൻ്റ് എന്ന് പറയുന്ന മരുന്നടിച്ചപ്പോൾ അതിനകത്ത് മറ്റ്
കീടനാശിനി ഒന്നും പ്രയോഗിക്കാൻ പാടില്ല. ഇതിനകത്ത് കീടനാശിനി പ്രയോഗിക്കരുത്. അതുകൊണ്ട് പ്രതിപ്രവർത്തനം നടന്നു. അങ്ങനെ വന്നാൽ ഇതങ്ങനെ നശിച്ചില്ല. ഇപ്പോൾ അതിന് നമ്മൾ എന്നാ ഈ കൊല വന്നപ്പോഴത്തേക്ക് നെല്ലിന് മേളിലായതിനാൽ റൗണ്ടപ്പ് അടിച്ചിട്ട്, അതായത് സ്പീഡ് വൈപ്പറെ കൊണ്ട് റൗണ്ടപ്പ് തൂത്തിട്ട് ചെറിയ തൊഴിലാളിയെ കൊണ്ട് ചെറ്റിച്ച് മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നെല്ല് ഇന്ന് കുഴപ്പമില്ല, മറ്റു അതിന് കരിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും. നല്ലൊരു കൃഷിയായി മാറി. ചിലവായി. ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കേസ് കേട്ടാണല്ലേ? കർഷകരെ സംബന്ധിച്ച് ഇരട്ടി ചിലവായത്. ഇത് ചെത്തിയില്ല എങ്കിൽ വരുന്ന കുഴപ്പം ഇത് നെല്ലിന് മണ്ടയ്ക്കോട്ട് വീഴുകയും നെല്ല് നശിച്ചു പോകും. കാരണം ഈ മുഞ്ഞിയൊക്കെ രണ്ടാം കൃഷിയല്ലേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പുഞ്ച കൃഷി ആയതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ മുഞ്ഞി ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ചെത്തി മാറ്റുക. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിന് പൈസ കിട്ടിയായിരുന്നോ? നെല്ല് പൈസ അത് ലോണായിട്ട് കിട്ടിയ കാശ് കിട്ടിയോ? അത്യാർത്ഥ ലോണാണ്. ലോണായിട്ട് കിട്ടിയത് അത് ഗവൺമെൻറ് അടയ്ക്കുന്നുണ്ടോ? അതൊക്കെ അതിപ്പം മെസ്സേജ് വരും. ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. മെസ്സേജ് വരും, അടയ്ക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും. ഇതുവരെ അപ്പോൾ അടച്ചിട്ടില്ലെന്നാണ്? ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല. അപ്പോൾ അടച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഓക്കെ ശരി, താങ്ക് യു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് മറക്കണ്ട കേട്ടോ.